ഹലോ ഗൈസ്, അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മളൊരു വ്ളോഗൊക്കെ എടുത്തിട്ട്. എനിക്കും അതെ കുറേ ദിവസമായ പോലെ തോന്നുന്നു. കുറേ ദിവസമായി നമ്മൾ വ്ളോഗ് ഇട്ടിട്ടും. അപ്പോൾ ഇന്ന് ഞാനും മമ്മിയും കൂടെ നമ്മുടെ ഗൂഗ്ലാമിൽ അമൃത ചേച്ചിയുടെ അവിടേക്ക് പോവാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എൻ്റെ ബർത്ത്ഡേ ഷൂട്ട്, ഓണം ഷൂട്ടൊക്കെ നമ്മൾ അവിടെ നിന്നാണ് ചെയ്യാറ്. മേക്ക് ഓവർ അവിടെ നിന്നാണ് ചെയ്യാറ്. അപ്പോൾ ചേച്ചി ഇപ്പോൾ നമ്മളുടെ മനുഷ്യയിൽ ഒരു ന്യൂ ഷോപ്പ്, ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇനോഗ്രേഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മമ്മിയും എല്ലാവരും കൂടെ പോകണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മമ്മിയും വാക്കുട്ടിയൊന്നും വന്നില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇനോഗ്രേഷനൊക്കെ പോയി നല്ല കളറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ ക്ലിപ്സൊക്കെ എൻ്റെ നിന്ന് എങ്ങനെയോ മിസ്സായിരിക്കണം. ഞാൻ ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിൻ്റെ ഷോർട്സ് ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പം ഇന്ന് നമ്മൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസമായി ചേച്ചി വിളിക്കണം. അപ്പം നമ്മളും കുറേ ദിവസമായി പോകണമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ ഫേസൊക്കെ നോക്കിയിട്ട് ഏത് സർവീസാണോ നമുക്ക് ചെയ്യാൻ പറ്റുക, ചേച്ചി സജസ്റ്റ് ചെയ്യണ പോലെ നമുക്ക് ഇന്ന് എന്തായാലും ചെയ്യാം. അപ്പോൾ മമ്മി ഇവിടെ എന്നെ റെഡിയാവുക എന്ന് പറഞ്ഞിട്ട് മമ്മി ഇതപ്പോൾ കുളിച്ചിറങ്ങി വന്നിട്ടേ ഉള്ളൂ. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ എപ്പോഴും അതെ കേട്ടോ, നമ്മളുടെ ആരെങ്കിലും വീട്ടിൽ ആരെങ്കിലും ഒരാളോ ആരെങ്കിലും രണ്ടാള് സെയിം ഔട്ട്ഫിറ്റ് ആയിരിക്കും. സെയിം കളർ ഔട്ട്ഫിറ്റ് ആയിരിക്കും. എപ്പോഴും നമ്മൾ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനും ബ്രൗൺ കളർ, മമ്മിയും ബ്രൗൺ കളർ, രണ്ടുപേരും പറഞ്ഞു വെച്ച പോലെ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു വെച്ചതല്ല. ഞാൻ ഇടുന്നത് മമ്മിയും കണ്ടിട്ടില്ല, മമ്മി ഇടുന്നത് ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോവാം. ഞാൻ ഈ വാച്ചിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും കൊടുക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡ്രസ്സിൻ്റെ അപ്പം സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടവർ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം പോവാം. കത്തി കണ്ടോ? വണ്ടി കഴുകാതെ ഞാൻ എടുക്കരുത് പറയൂ കേട്ടോ. പക്ഷെ മമ്മിയുടെ പൊടി കഴുകായിരുന്നു. അപ്പോൾ അതല്ലേ ഉണ്ണി മമ്മി പറയണേ. ഇപ്പോൾ കാറ്റ് കാലല്ലേ, നല്ല പൊടി വരുവേ. എന്നിട്ട് കള്ളത്തരം കാണിക്കണുണ്ടോ വന്നിട്ട്? ഡ്രൈവർ സെറ്റായിട്ടുണ്ട്. എന്താ വാക്കുട്ടി വരണ്ട കേട്ടോ. ഞങ്ങൾ വാക്കുട്ടീനെയും കാത്തുനിൽക്കുകയാണ്. ഒരാവശ്യമുണ്ട്. ഉണ്ണിച്ചക്കൻ ബാങ്കിലേക്ക് പോയതാണ്. ഉണ്ണിച്ചക്കനെയും കാണാനില്ല. വാക്കുട്ടി അപ്പോൾ വരുന്ന വഴിയിൽ വാക്കുട്ടീനെയും കയറ്റിയിട്ട് വരാച്ചിട്ടാണ് ഇരിക്കുന്നത്. പൂവല്ലേ? കഴിയാണ്ടവിടെ ഒപ്പിച്ചൂല്ലേ തുടച്ചിട്ട്? അതെ. നല്ല വെയിലുണ്ട് കേട്ടോ. 4 മണിയായി, ഇപ്പോൾ 4 4:30 ആയി. എന്നിട്ടും വെയിൽ നോക്കും, എന്താ ചൂട്. എനിക്ക് വെയിലൊന്നും പറ്റണേ ഇല്ല. ശരീരം എപ്പോഴത്തേനും ഹോൺ അടിച്ചു. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ശരി ചേച്ചി. ഞങ്ങൾ പകുതി പോയപ്പോഴത്തേനും ഞങ്ങൾ വഴിയിൽ ഏട്ടൻ പൈസ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഏട്ടനാണ് പോയത്. പക്ഷെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പൊ വഴിയിൽ വെച്ച് പൈസ മേടിക്കണം. ആന്റിക്ക് കൊടുക്കണം, ജോലിയുടെ ആന്റിക്ക് കൊടുക്കണം കേട്ടോ. കൈയിടാൻ പറ്റില്ലോ. പോയിട്ട് കഴിക്കട്ടാ. ശരിട്ടാ. അറിയാതെ ഇട്ടതാണ്. അൺഎക്സ്പെക്ടഡ് ആസ് ഓൾവേസ്. അടി ഉണ്ടാക്കണ്ട കേട്ടോ. വാ കുട്ടി, ആ കാശ് ആന്റിക്ക് കൊടുക്കണം കേട്ടോ. അവിടെയുള്ള ആന്റിക്ക് കൊടുക്കണം പൈസ. ഏട്ടനെടുത്ത് കൊടുത്തത്. ഏട്ടനത് പകുതി എടുത്ത് പോക്കറ്റിലിട്ടു. ഓക്കെ. വാ കുട്ടീനെ ഇടയിൽ വെച്ച് ഇവിടെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഉണ്ണി പാട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണ ആള്. മമ്മിക്ക് എപ്പോഴും ഞാൻ പാടി കൊടുക്കും. അത് വേറെ വഴിയില്ല. പാട്ട് പാടിയ പിന്നെ നന്നായിട്ടുണ്ട് പറഞ്ഞ നമ്മള് മക്കള് അമ്മമാരെന്ത് മക്കള് ചെയ്താലും നമ്മളത് സമ്മതിച്ചു കൊടുക്കൂല്ലോ. ഓഹോ, അങ്ങനെ. പാട്ട് രസമായിട്ടല്ല. ഇല്ല, പാട്ട് നന്നായിട്ടുണ്ട്. പാട്ടൊക്കെ നന്നായിട്ടുണ്ട്. പാട്ടൊക്കെ പൊള്ളിയാണ്. അല്ല പിന്നെ പാട്ട് നന്നായിട്ടാണ്. അല്ലാണ്ട് വെറുതെ ഒരാള് കേട്ടിരിക്കും. ഇപ്പൊ നിങ്ങക്ക് കേക്കണോ പാട്ട്? ഞാൻ എന്തങ്ങനെ മങ്ങനെ നോക്കണേ, കണ്ണട വെച്ചിട്ടാണേ കണ്ണ് ഇങ്ങനെ ഇതാവണതേ. നമ്മള് ഒറ്റപ്പാലം എത്താറായിട്ടോ. എവിടെ ഉണ്ടേ ഷോപ്പ്? കണ്ണിയമ്പുറത്താ തോന്നണം കേട്ടോ. സോറി, മനുഷ്യരി. ഉണ്ണിയുടെ ഒക്കെ കോളേജിന്റെ ഒക്കെ അവിടെയാണ്. പക്ഷെ തിരക്ക് കുറവാണ്. സ്കൂള് വിടുന്ന ടൈമിലൊക്കെ ഇപ്പൊ നല്ല തിരക്ക് ആവേണ്ടതാണ് റോഡ്. പക്ഷെ എന്നാ അധികം ഓരോക്കെ ആയി കഴിഞ്ഞാൽ നല്ല തിരക്കാവും. ഈ ടൈമിലാണ് പപ്പ വരുന്നത്. ഗൈസ്, നമ്മള് ചേച്ചിയുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഹായ്.
പക്ഷെ അന്ന് ഞാൻ ഇനോഗ്രേഷന് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല, അന്ന് എനിക്ക് കൂടുതലായി കുറേ പേരുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് വീഡിയോസും കവർ ചെയ്യാൻ പറ്റിയില്ല, എല്ലാവരോടും സംസാരിച്ച് നിന്നു. പക്ഷെ ഇന്നാണ് ഞാൻ നല്ല രീതിയിലൊന്ന് ഷോപ്പ് എക്സ്പ്ലോർ ചെയ്യണത്. കയറി വരുമ്പോൾ നമുക്ക് ആ ചൂടത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ കയറിയിട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു കൂൾ ആൻഡ് കാം ആയിട്ടുള്ളൊരു സെറ്റപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർബ് ആയിട്ടുണ്ട്. അതും വിത്തിൻ ഫ്യൂ ഡേയ്സ് ആണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആക്കിയെടുത്തത്. സൂപ്പർ. ഞാൻ ഷോപ്പ് ഒന്ന് കാണിച്ചു തരാം. ചെടിച്ചെടി വന്നപ്പോ തന്നെ ചെടിച്ചട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഇത് സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്റ്റിക്കർ യു ആർ അമേസിങ്, ഇതൊരു സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ ഷോപ്പ് വരുന്നത്. എവിടെയാണ്? തൃക്കങ്കോടാണോ? തൃക്കങ്കോട്. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റോപ്പാണ് മനുശ്ശേരി, എന്റെ കോളേജിന്റെ സ്റ്റോപ്പ്. ഈ ഒരു സ്റ്റോപ്പ് തൃക്കങ്കോടാണ്. അവിടെ ആണ് ഈ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് സർവീസ് ഉണ്ടെങ്കിലും നമ്മളുടെ ചേച്ചി സൂപ്പർബായിട്ട്. പിന്നെ നമ്മളുടെ മേക്ക് ഓവർ സ്റ്റുഡിയോയും കൂടിയാണ് കേട്ടോ. മേക്ക് ഓവർ സ്റ്റുഡിയോ പ്ലസ് സർവീസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. യാ, എനിക്കെന്താ ചെയ്തു തരുന്നേ? നമ്മുടെ സ്കിൻ നോക്കിയിട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഹെയർ സ്റ്റൈലേ തപ്പിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹെയർ സ്റ്റൈൽ. ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടപ്പോ ഞാൻ സൂൺലി ഇടാം ഗൈസ്. വെപ്പുകൂടി വെച്ചതാണെന്നാ ചോദിച്ചത് കേട്ടോ. അല്ല, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു എല്ലാരും പറഞ്ഞു. പക്ഷെ വെപ്പുമുടി വെച്ചതാണോന്നും കുറെ പേര് ചോദിച്ചു. പക്ഷെ വെപ്പുമുടി അല്ല, ഇത് ഞാൻ പറഞ്ഞുതരാം. വേണ്ട, വെപ്പുമുടിയാണെന്നൊന്നും പറയത്തില്ല. ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തേക്കണം കേട്ടോ. ബാക്കിൽ ഒരു കുട്ടിമിയൊക്കെ ഉണ്ട്. പക്ഷെ അത് ഹൈഡ് ആയി പോകുന്നില്ല. ഹൈഡ് ആവുന്നില്ലല്ലോ. ഹൈഡ് ആവുന്നില്ല, അത് നന്നായിട്ട് കാണുന്നുണ്ട്. അതിങ്ങനെ ബാക്കിൽ കവർ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നീ ഉദ്ദേശിച്ച പോലെ. അവൾക്ക് ഹൈഡ് ആവരുത്, ഹൈഡ് ആവാതിരിക്കണം. കുടുംബ കാണണം അവൾക്ക്. അയ്യേ, കുടുംബി കണ്ടതിൽ ഒരു രസമില്ല. ഹൈഡ് ആവാത്തോണ്ട് അത് കൊറേ മുടി എടുത്ത സെറ്റാണ്. അതെ. അപ്പൊ എന്തുണ്ടെങ്കിൽ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യണോ? ഹൈഡ്രാ ക്ലീനപ്പ്. ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നില്ല, ഹൈഡ്രാ ക്ലീനപ്പ്. രണ്ടും വ്യത്യാസമുണ്ടോ? ക്ലീനപ്പും ഫേഷ്യലും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഏതാ നല്ലത്? ഫേഷ്യല് സ്കിന്നിന് ഹൈഡ്രാ ക്ലീനപ്പിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ കുറച്ച് പിഗ്മെന്റേഷൻ, ടാനും അതൊക്കെ മാറിയിട്ട് സെറ്റ് ആവും. എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഒരു സൈലന്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനോഗ്രേഷൻ ഡേയിൽ വരാനായിരുന്നു. അന്നായിരുന്നു നമ്മളെ കണ്ണനും രുക്കൊക്കെ ഉണ്ടായിരുന്നു. സീനായിരുന്നു അവര്. അതെ, ഇത്രയും കാംഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നില്ല അന്ന്. വേറെ മാതിരി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞു ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിങ്ങനെ കുഞ്ഞു സാധനങ്ങളെ കണ്ട ഭയങ്കര ഭയങ്കര ഇഷ്ടം ഇങ്ങനെ എല്ലാവരും. ഒരു 20 ദിവസം കൊണ്ട് നമ്മള് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. അതൊരു അമ്മ, ഞങ്ങളെ ഏട്ടൻ്റെ അമ്മ വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടെ നന്നായിട്ട് നോക്കി, രണ്ടുപേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തത് സൂപ്പർബ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കും. ഞാൻ ജിമ്മിന് പോട്ടോ. ഇവളില്ലേ എന്ന് ഈ ഭീഷണി തന്നെ കേട്ടോ. എവിടേക്കെങ്കിലും പോണം പറഞ്ഞല്ലേ, അത് കഴിഞ്ഞാൽ ഞാൻ ജിമ്മിന് പോവും. എന്നിട്ട് മേരട്ടോ എനിക്ക് എന്താ ഒറ്റപ്പാലത്ത് 3 മണിക്ക് തുടങ്ങിയത്. എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നറിയോ, നിങ്ങളൊക്കെ ജനിക്കുന്നതിന്റെ മുന്നേ ഒറ്റപ്പാലം കണ്ട ആളാണ്. എന്നിട്ട് മേരട്ടോ കേട്ടോ. അപ്പൊ ഞാൻ പറയും, നിങ്ങളെ ഞാനാണ് ഒറ്റപ്പാലമൊക്കെ കൂട്ടിക്കൊണ്ടുപോവുക, കൊണ്ടുവരിക. അപ്പൊ എനിക്ക് ഒറ്റപ്പാലിന് തിരിച്ചു വരാൻ അറിയുമെന്ന് പറയും. ഇല്ല, അത് കുഴപ്പമില്ല. എന്തായാലും ഞാൻ വീട്ടിൽ പോയി അയക്കും. വേണേ അയച്ചോ. സ്നേഹം കണ്ടോ, എന്റെ കുടുംബിയോടുള്ള സ്നേഹം. അത് ഇതിനകത്ത് പ്രശ്നമായിട്ടില്ല. ക്ലിപ്പ് ഇടപ്പോഴല്ലേ പ്രശ്നം. മമ്മി കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്ത മുടി തന്നെ. അപ്പോൾ ബിഫോറും ആഫ്റ്ററും എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫേഷ്യൽ ചെയ്യണതിൻ്റെ മുൻപ് എടുത്തതാണത്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അതെ, അമൃതക്കുട്ടിയുടെ കഴിവ്. ടെൻഷനൊന്നും ഇല്ല അല്ലേ? ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യപ്പോഴും ഒക്കെ നമ്മള് ബൈ ഹാൻഡാണ് ക്ലെൻസ് ചെയ്തെടുക്കുന്നത്. ക്ലെൻസിങ് കഴിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ. ഉണ്ണി പറയാ സ്റ്റെപ്പ് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. ഇതെന്താ ഡാൻസിന്റെ സ്റ്റെപ്പോ?
ഇടയ്ക്ക് ഒരു കോമഡിയൊക്കെ പറഞ്ഞുതരാട്ടാ ടോണി. ഞാൻ ഇനി കോമഡിക്ക് വല്ല സീരിയസിനും ഞാൻ കുറച്ചു നേരം ഉറങ്ങാൻ പോകും, കാരണം നല്ല സുഖമുണ്ട്. മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോ വായ തുറന്ന് അയ്യോ മേക്കപ്പ് ചെയ്യണ പോലെ അല്ലല്ലോ, മേക്കപ്പ് ചെയ്യുമ്പോ നമുക്ക് അല്ല മേക്കപ്പ് ചെയ്യുമ്പോ ഉണ്ണി ഉറങ്ങില്ല. ഓ അവള് അതല്ല, മേക്കപ്പ് ചെയ്യുമ്പോ പറഞ്ഞ ഒരു സുഖമുള്ള പരിപാടിയല്ലല്ലോ, ബ്രഷ് ഒക്കെ വെച്ച് കുത്തും. പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്രീംസും സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡ്സും ഒക്കെ അല്ലേ. ഹെയർ സ്പാ ഒക്കെ ചെയ്യുമ്പോ ഭയങ്കര സെൻസേഷൻ ആണ് കേട്ടോ. വൈപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ മോളൊക്കെ വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്താ മോള് ചെയ്യുന്നത്? ഉണ്ണി ഉറങ്ങിയോ? നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്ക്രബ് അപ്ലൈ ചെയ്തതിന് ശേഷം അത് യൂസ് ചെയ്തിട്ട് എല്ലാം ഇതാക്കി എടുക്കാം. നോർമൽ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മള് ബൈ ഹാൻഡ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇത്രത്തോളം നമുക്ക് സ്കിന്നിന് ഒരു എന്താ പറയുക, അതിന്റെ ഇംപ്യൂരിറ്റീസ് ഒക്കെ നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യുന്നതിനൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ബൈ ഇങ്ങനെ ഉള്ള ടൂൾസ് വെച്ച് ചെയ്യുമ്പോൾ സ്കിന്നിലെ ആ ഇംപ്യൂരിറ്റീസും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ക്ലീൻ ആവും. അതാണ് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ചെറിയ ഇതുണ്ടോ ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഉണ്ണി ഉറങ്ങിയോ? ഉണ്ണീനെ കാറ്റടിച്ച് ഉറക്കണ്ട്. ശരിക്കും ഉറങ്ങിയെന്നാ തോന്നണത്. ഉറങ്ങിയ പൊന്നാ? ഇല്ലേ, മണ്ടാട് കിടക്കണോ? അതെ. നന്നായിട്ട് ക്ലീൻ ആവുകയും നല്ല സുഖമാണ്. പ്രഷർ ഇങ്ങനെ ആയണ്ട. ചില പ്രഷറുകൾക്ക് ഭയങ്കര പ്രഷർ ഇപ്പൊ നമ്മൾ കറക്റ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇതുണ്ടോ പിമ്പിൾസ് ഉള്ള സ്ഥലത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. മഴയാണോ പുറത്ത് പോയിരുന്നത്? മഴയല്ല. ഉണ്ണി അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വീഡിയോ, നമ്മൾ പ്രൊമോഷൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തു. അവളിനെ ടോർച്ച് വെച്ച് അടിക്കണ്ട ഉണ്ണീനെ. ഇതിനെ പോക്കാണ്ടി കുട്ടീനെ കടത്തിയ പോലെ കടത്തിയിട്ടുണ്ട്. ഷീറ്റ് മാസ്ക് ഇട്ടേക്കോ ഞങ്ങള്. അതെ. 15 minutes അല്ലേ. ഇനി ഹെൽമെറ്റും കൂടി വെച്ച് ചേർക്കണ്ട. ഇനി ഹെൽമെറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. ഹെൽമെറ്റ് വെച്ച് നീ സ്പേസിൽ കൊടുക്കണം. അതല്ല ഇങ്ങനെ ആക്കാൻ പറഞ്ഞ അങ്ങപ്പോ മൂട ഇങ്ങനെ ആക്കിയപ്പോ മിണ്ടാണ്ടിരിക്കണ. പാർട്ടിക്ക് പോയ പോലെ. ഉണ്ണിത് ഫസ്റ്റ് ടൈമാ ചെയ്യുന്നു അല്ലേ? ധാര കിടക്കണേ? മമ്മിയുടെ ഉമ്മി. അതെ, കാണുമ്പോ അങ്ങനെയൊന്നും അല്ല. സൗണ്ടും മാറി രൂപവും മാറിയില്ലേ? അതെ അതെ. എന്തായാലും ഹെൽമെറ്റ് വാങ്ങിച്ചെടുത്തോ. ഒരു ഹെൽമെറ്റിലുള്ള വീട്ടില് കേട്ടോ. അവൾ ആ ഹോൾ കൂടെ ചിരി കാണാൻ പറ്റിച്ചിട്ട് തൊട്ട് നോക്കുക. അങ്ങനല്ല, അതെയോ? കുറച്ചേരം ഉറങ്ങിക്കോട്ടാ. അപ്പോ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നല്ല മാറ്റമുണ്ട് ഫസ്റ്റത്തെ ഇപ്പോഴത്തെയും കൂടെ. അതെ, ഓക്കെ. കാരണം അല്ല, പിന്നെ വരുമ്പോഴും ഞാൻ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ചുമ്മാ ഒരു ബ്ലഷ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എന്തൊക്കെയോ ഇട്ട പോലെ നല്ല ക്ലീൻ ആയി. ത്രെഡും കൂടി ചെയ്ത് എന്റെ മുടിയൊക്കെ ലാസ്റ്റ് കാണിച്ചത്. അപ്പൊ നല്ല ഗ്ലോ. ഇപ്പൊ സത്യത്തിൽ എനിക്ക് ഇപ്പൊ തന്നെ ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. ചേച്ചി പറയണത് ഇന്നല്ല നാളെ മറ്റന്നൊക്കെ ആയിരിക്കും നല്ല ഗ്ലോ ആവാന്നാണ്. അപ്പൊ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കഴുത്തും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി ഞാൻ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല. വീഡിയോയില് കാണുന്നേക്കാളും നേരില് കാണാനാട്ടോ ഗ്ലോ ചെയ്യും. മിററിൽ നോക്കുമ്പോ നല്ല. നമ്മള് ലൈറ്റ് ഓഫ് ചെയ്തിരിക്കായിരുന്നു എന്നിട്ടും കൂടി. ആ പറമ്പിൽ എല്ലാ ലൈറ്റ് ഒന്നിട്ടെ. ഒരു കുടുമയുണ്ട് കേട്ടോ അവിടെ. മഷിയിട്ട് നോക്കണം കിട്ടണച്ചാ. ഞാനൊരു സൂപ്പർ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കി. അവിടെ കുറച്ച് ഹെയർ കട്ട് ചെയ്ത പോലെ ഇരിക്കുന്നേ. പക്ഷെ നമ്മള് എന്തായാലും ട്രൈ ചെയ്യണം എന്നാണല്ലോ. നമ്മള് പെർഫെക്റ്റ് ആവണ വരെ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ത്രെഡ് ചെയ്യാൻ പോവാ. ത്രെഡും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് നല്ല രീതിക്ക് ഫ്രഷ് ആവും.
കാരണം എനിക്ക് ഒരുപാടുണ്ട് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ത്രെഡ് ചെയ്ത് എനിക്ക് പെട്ടെന്ന് വിസിബിൾ ആയിട്ട് അറിയും ചേഞ്ച്. അതിന് ത്രെഡ് ചെയ്യാൻ പറഞ്ഞത്. ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചേഞ്ച് അറിയാൻ പറ്റും. ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തതിന്റെ ഹൈഡ്രാ ക്ലീനപ്പ് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റം ഉണ്ട്. പിന്നെ ഡ്രൈനെസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി. മോള് ചെയ്ത പ്രൊസീജിയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒരു ഇതാണ്. ഇപ്പൊ ഫേസിൽ എന്തൊക്കെ മേക്കപ്പ് ഇട്ട പോലെ ഉണ്ട്, പക്ഷെ ഒന്നും ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ ഗ്ലോ ആയിട്ടുണ്ട്. കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ്. എനിക്ക് നല്ല രീതിയിൽ ഗ്ലോ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ വരുമ്പോഴും പോകുമ്പോഴും നല്ല സുഖമായിരുന്നു. നല്ല നല്ല സൂപ്പർ ആയിട്ട് ചെയ്തു തന്നു. പിന്നെ ത്രെഡും കൂടെ ചെയ്തു തന്നു കേട്ടോ. അപ്പൊ എല്ലാം കൂടി ആയപ്പോ നല്ലൊരു ഫേസ് നല്ല രീതിയിൽ ഗ്ലോ ആയ പോലെ തോന്നുന്നുണ്ട്. നല്ലൊരു ബ്രൈറ്റ് ആയി. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഓക്കെ, സെറ്റ് ആക്കി തരാം. ഇനി ഞാൻ ഇപ്പൊ ചെയ്തത് ഹൈഡ്രാ ക്ലീനപ്പ് ആണ്. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്കിന്നിന്റെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോയിട്ട് നന്നായിട്ട് സ്കിൻ ക്ലീൻ ആവും. പിന്നെ പിമ്പിൾസ് ഒക്കെ ഉണ്ണിയെ സംബന്ധിച്ചോളം പിമ്പിൾസ് വരുന്ന സ്കിന്നാണ്. അന്നേരം നമുക്ക് പിമ്പിൾസ് പിന്നെയും വരാനുള്ള ചാൻസ് നന്നായിട്ട് കുറയും. പിന്നെ ടാനൊക്കെ റിമൂവ് ആവും. ഇപ്പൊ ഇങ്ങനെ ഗ്ലോ ആണെങ്കിൽ ചേച്ചി പറയുന്നത് 2 ദിവസം കഴിഞ്ഞാലാണ് നാളെ മറ്റന്നാൾക്ക് നമുക്കൊരു നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ 1 മന്ത് വരെയൊക്കെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ അതുമല്ല ഉണ്ണിയുടെ സ്കിന്ന് പിമ്പിൾ വരുന്ന സ്കിന്നാണ്, അതൊന്നും തേച്ചിട്ടല്ല. ഇപ്പൊ അതൊക്കെ പോയി, പിമ്പിൾസ് ഒക്കെ പോയി. പിമ്പിൾസ് പോയി നന്നായിട്ട് നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് നന്നായിട്ട് ഇത് കുറയും. സ്കിന്റെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമ്മൾ സക്ക് ചെയ്തെടുക്കല്ലേ. നമ്മൾ കൈകൊണ്ട് ഫേഷ്യൽ ചെയ്യുന്നതിനെയും കാട്ടി ആ പ്രോസസ്സ് ഓരോ നമ്മൾക്ക് ചെയ്യുമ്പോ തന്നെ നമുക്ക് തോന്നും ഇവിടുത്തെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോകുന്നുണ്ട്. നമുക്ക് ഫീൽ ചെയ്യും ഓരോ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോ. അപ്പൊ എന്തായാലും ഈ ലൊക്കാലിറ്റിയിലുള്ളവരൊക്കെ വന്ന് എന്തായാലും ചെയ്യും. കാരണം നമ്മളുടെ സ്കിന്നിനെയും ബോഡീനെയൊക്കെ നമ്മൾ കെയർ ചെയ്യുന്ന വേണം. നമ്മൾ ഒന്നും ചെയ്യില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്കൊരു പ്രായമാകുമ്പോൾ നമ്മളുടെ സ്കിൻ നല്ല പെട്ടെന്ന് ഡള്ളായി തുടങ്ങും. ഇപ്പൊ ഒന്നും നമുക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, പക്ഷെ പ്രായമാകുമ്പോൾ ഒരു ഇതാവുമ്പോൾ നമ്മളുടെ സ്കിൻ സാഗ് ചെയ്യാനും അതേപോലെ ഒരു എടുപ്പുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് ചെയ്യണത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ലൊക്കാലിറ്റിയിലുള്ളവർ എന്തായാലും വന്ന് ചെയ്യാട്ടോ. അപ്പൊ നമ്മളുടെ ഒറ്റപ്പാലുള്ളവർക്കൊക്കെ വരാൻ പറ്റിയ നല്ലൊരു അടിപൊളി പാർലറാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ കൊടുക്കാം. കോൺടാക്ടിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കാം. എല്ലാവർക്കും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. എല്ലാവർക്കും ഡിസ്കൗണ്ട് കൊടുക്കുവോ? ഉണ്ണിവാവയുടെ പേര് പറഞ്ഞിട്ട് കൊടുക്കൂല്ലേ? ഓക്കെ. ഉണ്ണിയുടെ പേരിൽ എന്ന് എത്ര % കൊടുക്കും? അങ്ങനെയല്ല, മമ്മിയുടെ തന്നെ കൂടുതല്. മമ്മിയുടെ പേര് പറഞ്ഞാലാ കൂടുതല്. ഹാപ്പി ആയോ? ഹാപ്പി ആണോ? അതല്ല, ഞാൻ വാവയുടെ ഉണ്ണിയുടെ അങ്ങനെ ഡിസ്കൗണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പൊ ഈ സർവീസസ് മാത്രല്ല കേട്ടോ, വേറെയും കുറെ ബ്രൈഡ്സിന് വേണ്ട പാക്കേജസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയായിരുന്നു? നമുക്ക് 2 ബ്രൈഡൽ പാക്കേജ് ആണ് ഉള്ളത്. ഒന്ന് നോർമലും ഒന്ന് പ്രീമിയം. പ്രീമിയം പാക്കേജിനകത്ത് ഹൈഡ്രാ ഫേഷ്യൽ വരുന്നുണ്ട്, അതേപോലെ ഹെയർ സ്പാ, ഡീറ്റാൻ, ബാക്കി ബ്രൈഡൽ സർവീസ് എല്ലാം അതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ വരുന്നത് നോർമൽ പാക്കേജ്. നോർമൽ പാക്കേജിൽ നമുക്ക് ബ്രൈഡ്സിന് വേണ്ടിയുള്ള കൊളാജൻ ഫേഷ്യൽ, അത് അവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഏതാ ഫേഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ സജസ്റ്റ് ചെയ്യും. പിന്നെ കൊളാജൻ സ്പാ ഉണ്ട്, നോർമൽ സ്പാ ഉണ്ട്. അത് അവരുടെ ഹെയറിന്റെ ടെക്സ്ചറും ആവശ്യങ്ങളും അനുസരിച്ചിട്ടുള്ള 2 പാക്കേജാണ് കൊടുക്കുന്നത്. അതെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. നിങ്ങൾ എൻക്വയറി ചെയ്താൽ മതി. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് എൻക്വയറീസ് എന്തുണ്ടെങ്കിലും ചേച്ചിനെ വിളിച്ചാൽ മതി. എല്ലാം ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു. ഡ്രസ്സ് കാണിച്ച റീസ്റ്റൈലിൽ റെന്റൽ അവിടെ ഡ്രസ്സും നമ്മളുടെ റീസ്റ്റൈൽ കൗസറിലെ ഗോപി ചേച്ചി ഒക്കെ സെറ്റ് ആക്കി തരും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവിടെ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഇവര് എല്ലാ ബ്രൈഡ്സിനും ഫ്രീ ട്രയൽസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇതായി. കാരണം ആരും അങ്ങനെ കൊടുക്കുന്നില്ല. ഞാനിപ്പോ മേക്കപ്പ് കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്നും കൂടി നമുക്ക് പറഞ്ഞിട്ട് നമ്മള് ചിലപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ പാതി ഫേസ് മാത്രം മേക്കപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കാന്ന് മാത്രമേ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല, ഹെയറും ഫേസും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ട്രയൽസ് ചേച്ചി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് എത്രയായാലും അടിപൊളിയായിട്ട് തോന്നി. കാരണം നമുക്ക് ആ ഒരു കല്യാണ ദിവസം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ ലുക്ക് എന്നുള്ളൊരു ടെൻഷൻ ഒന്നും വേണ്ട. നമുക്ക് മുൻകൂട്ടി തന്നെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് ചേച്ചി തരും. എന്തായാലും അടിപൊളി. നമ്മള് സ്കിൻ ഫിനിഷ് ലുക്കാണ് ചെയ്യുന്നത്. ഫേഷ്യൽ മേക്കപ്പ് വന്നിട്ട്
ഇത് തന്നെ നമ്മൾ റീസ്റ്റൈല് ഡ്രസ്സും ജ്വല്ലറി ആയിട്ട് നമ്മളെ കസ്റ്റമർ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഹെയറും ഫേസും ചെയ്ത് കൊടുത്തിട്ട് ഉള്ള ട്രയലാണിത്. അപ്പൊ എല്ലാ അപ്ഡേറ്റ്സും ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലും ഫീഡ്സിലും ഒക്കെ ആയിട്ട് ചേച്ചി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗോഗ്ല മേക്കേഴ്സ് ബൈ അമൃത എന്നാണ് ഐഡി എന്തായാലും മെൻഷൻ ചെയ്യുന്നുണ്ടോ? ഐഡി മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ വേഗം സമയം കളയണ്ട. ഇപ്പൊ തന്നെ ഒരു അപ്കമിങ് ബ്രൈഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ചേച്ചിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഫ്രീ ട്രയൽ എടുക്കുക. നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക. പിന്നെ എവിടെയെങ്കിലും ബുക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ട്രയലിന് വരരുത് കേട്ടോ. അങ്ങനെ വളരെ ചുരുക്കം ആളുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ജസ്റ്റ് ഫ്രീ ട്രയലാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ അയ്യോ ബുക്ക് ചെയ്തു പോയി അത് അങ്ങനെ പറയരുത്. ബുക്ക് ചെയ്യാത്ത ബ്രൈഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മള് ഫ്രീ ട്രയൽ തരും. നിങ്ങൾ റിസപ്ഷൻ ഡ്രസ്സ് ജസ്റ്റ് ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഹെയർ സ്റ്റൈലും ഫേസ് മേക്കപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പിന്നെ ട്രയലാണ്. നമ്മൾ 4 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന മേക്കപ്പ് ആണ് നമ്മൾ ഒരു അരമണിക്കൂറിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതെന്തായാലും ട്രയൽ എടുത്തിട്ട് നിങ്ങൾക്ക് മേക്കപ്പ് ശരിയായില്ല അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പോകത്തില്ല. അതിന് ഫുൾ ഗ്യാരണ്ടി ഞാൻ പറയാം. ഞാനും അത് ചേച്ചിയടുത്ത് കുറെ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഞാനും എല്ലാം മേക്കപ്പിൽ എന്റെ ഓണം ലുക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. സത്യം മമ്മിക്ക് എപ്പോ മേക്കപ്പ് ചെയ്താലും ഓവറായിട്ട് എനിക്ക് മമ്മി മേക്കപ്പ് ചെയ്യേ ഇഷ്ടമല്ല കേട്ടോ. സത്യത്തിൽ മമ്മി കണ്ണൊക്കെ എഴുതി പറഞ്ഞാ എന്തിനാ കണ്ണെഴുതി ഇത് രസമില്ല. കാരണം മമ്മിക്ക് മേക്കപ്പ് സ്യൂട്ട് ആവാത്ത പോലെയാണ് എനിക്ക്. പക്ഷെ അന്നത്തെ ഓണം മേക്കപ്പ് ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു സത്യത്തില്. മമ്മിയുടെ ഒരുപാട് ഓവറായിട്ട് ഏട്ടൻ പറഞ്ഞു ഉണ്ണി വാവേക്കാളും ഒന്നും കൂടി സുന്ദരി മമ്മി തന്നെയാണ്. അത് നല്ല സെറ്റ് ആയിരുന്നു. ഇനി ഞങ്ങള് കുറച്ച് ഷൂട്ട്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ചേച്ചിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കാം. എല്ലാരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്കമിങ് ബ്രൈഡ്സ് എന്തായാലും ചേച്ചിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ ഫ്രീ ട്രയൽസ് കറക്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞേ. കറക്റ്റ് പ്ലേസ് വരുന്നത് നമ്മുടെ തൃക്കങ്കോടാണ്. തൃക്കങ്കോട് സ്റ്റോപ്പിലാണ്. KM ഓഡിറ്റോറിയത്തിന്റെ തൊട്ടിപ്പുറത്ത്. തൃക്കങ്കോട് സ്റ്റോപ്പ് തന്നെയാണ്. ഒറ്റപ്പാലത്ത് വരുമ്പോ ലെഫ്റ്റ് സൈഡ്. കറക്റ്റ് സ്റ്റോപ്പിലാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പൊ എന്തായാലും ഞാൻ എന്റെ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണ്. ചേച്ചിക്ക് ഇപ്പൊ ഗ്ലൂ ആയി എന്റെ മുഖം. ഇവിടെ കണ്ണാടി ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, കുറച്ചുകൂടെ ടാൻ ആയിട്ട് ഇരുന്നായിരുന്നു. കുറച്ച് പിമ്പിൾസ് ഒക്കെ. ഇതിപ്പം ഈ പിമ്പിൾസ് നിൽക്കുന്നതെല്ലാം നല്ല സ്മൂത്ത് ആവും. സ്മൂത്ത് ആയിട്ട് അത് പോകും. നമുക്ക് പിമ്പിൾസ് വീണ്ടും വരാനുള്ള ചാൻസും മാക്സിമം. പിമ്പിൾസ് ഉള്ള സ്കിന്നിലാണെങ്കിലും അല്ലാത്ത സ്കിന്നിലാണെങ്കിലും നമ്മൾ ഇവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എല്ലാവരും ടാൻ ആവുന്ന സ്കിന്നായിരിക്കും. ഒരു ഹൈഡ്രാ ക്ലീനപ്പ് ഒക്കെ ചെയ്താൽ നന്നായിരിക്കും. ഒരു 30+ അല്ലെങ്കിൽ 25+ ഒക്കെ ഹൈഡ്രാ ഫേഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. പിന്നെ ബ്രൈഡ്സിന് ഹൈഡ്രാ ഫേഷ്യൽ തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. നോക്കി പോട്ടാ. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ഫോണിലോട്ടോ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇവരോട് ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് പിന്നെ കോണ്ടാക്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്ദാരയിലെ ഗോപിയെ കുട്ടി വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഇവരിനെ കോണ്ടാക്ട് ചെയ്തു. അല്ലേ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ സങ്കടം ഉണ്ടോ? സേഫ് ഹാൻഡ്സിലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല. ഇന്റെ ബോട്ടിൽ കൊണ്ടോക്കോ. ഇന്റെ ബോട്ടിൽ കൊണ്ടോക്കോ. വരുമ്പോ ചുട്ടപ്പല്ലുള്ളതില് എടുത്തതാ. അവിടെ തൃക്കങ്കോട് സ്റ്റോപ്പാണ് കേട്ടോ. ആ സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളുടെ ഇത് വരുന്നത് കേട്ടോ. ബ്രൈഡിൻ്റെ ആണ്. ഇതാണ് അതിൻ്റെ പോസ്റ്റ്. ഇത്രയും അടുത്തുണ്ട്. നമ്മൾ മെയിൻ റോഡിൽ തന്നെയാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ പോയില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. എന്താ വെച്ചാൽ കുറച്ച് നേരം ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ചിരുന്ന ഒരു മൈൻഡൊക്കെ ഇതാവച്ച് ഞാൻ ഇരുന്നതാണ്. അപ്പോൾ ഇവർ പറഞ്ഞു എന്നെ കൊണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു പോകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചു തരാമെന്ന് വെച്ചാൽ ഞാൻ വരുള്ളൂ പറഞ്ഞു. അപ്പോൾ അവിടെ എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ വേണ്ടി ഇവരൊക്കെ അടിയും വഴക്കുണ്ടാക്കുകയാണ്. പക്ഷെ ഞാൻ ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ. ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഷോപ്പ്. നമ്മുടെ മന്ദാരി 2 ഷോപ്പ് ഉണ്ട്. ഇതിൽ നമുക്ക് ഏതൊക്കെയുള്ളത്? മന്ദാരി. അപ്പം 2ൻ്റെയും ആളാണ്. അപ്പോൾ എങ്ങോട്ട് ഞങ്ങൾ വന്നിട്ട് വെച്ചപ്പോൾ ഓടി വന്നതാട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്നെ ഇവരൊക്കെ കൂടി കൊണ്ടാക്കി തരാൻ വരികയാണ്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാ വെച്ചിട്ട്. അമൃത കുട്ടി എവിടെ? അപ്പം എന്തായാലും പോവാ. സുഖല്ലേ? നമ്മളുടെ വീട്ടിലേ നമ്മളവിടെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടില്ലേ നമ്മുടെ വീട്ടില്? അവിടെ ഒരു ദിവസം എല്ലാരും കൂടെ വട്ടത്തിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. നിൽക്കുമ്പോ ചിരിച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ കണ്ടെങ്ങനെ ചിരിച്ചിട്ട് അന്ന് എന്താ ഉണ്ടായത്?
തലയും കുത്തി വീണു. ആ തലയും കുത്തി വീണു. അതിന്റെ വീഡിയോ ക്ലിപ്പൊക്കെ ഉണ്ട്. ഇടരുത്. അത് പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ മെരട്ടുക. എനിക്ക് നല്ല 2 ജോഡി ഡ്രസ്സ് മന്ദാരയിൽ നിന്ന് ഡിസൈൻ ചെയ്ത് കൊണ്ടു തന്നിട്ടുണ്ട്. അത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മുടെ ഉണ്ണിക്ക് റെഡ് കൊടുത്ത പോലെ ഉണ്ണിക്ക് വേറെ ഒരെണ്ണം കൂടി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ഒക്കെ നിങ്ങൾക്ക് വേണം, നിങ്ങൾ പറഞ്ഞ പോലെ ഡിസൈൻ ചെയ്ത് തരും നമ്മുടെ മന്ദാര. ഒരു കോംപ്രമൈസില്ല. എനിക്ക് ഉണ്ണിയുടെ ഡ്രസ്സ് കണ്ടിട്ട് എത്ര ആൾക്ക് ചെയ്തു കൊടുത്തു? ഒരുപാട് പേർക്ക് 1000+ ഓർഡർ വന്നു. ആ പക്ഷെ അവർ ചെയ്തതെല്ലാം മാക്സിമം ചെയ്തു കൊടുത്തു. ഉണ്ണിയുടെ ആ ഒരു റെഡ് കളർ ഡ്രസ്സിന്റെ. അപ്പം അത് അത്രയും പെർഫെക്റ്റോട് കൂടി ചെയ്തു കൊടുത്തു വെച്ചിട്ട് അവർ അയച്ച വോയിസ് അടക്കം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഉണ്ണിയുടെ ആ ചെയ്തതുപോലെ തന്നെ ഒരു കോംപ്രമൈസും ഇല്ല. ആ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ കോണ്ടാക്ട് ചെയ്തോളൂ. നിങ്ങൾ പറയുന്നത് പോലെ ഡിസൈൻ ചെയ്ത് തരൂ കേട്ടോ. ഓക്കെ. ഉണ്ണിവാവ ഇല്ലാതെ ഫുഡ് കഴിക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് അവരോട് ഓർഡർ ചെയ്ത് കഴിച്ചോളാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ടോ അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ വന്നപ്പോൾ. ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടോ. ഇതിന് ബില്ല് കൊടുക്കാനും സമ്മതിച്ചില്ല. അവർ തന്നെ കൊടുത്തു. അവർ മെരട്ടൊക്കെ ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോട്ടെ. ഉണ്ണിയുടെ ജിമ്മിന് പോയിട്ട് വന്നു പറഞ്ഞു. അപ്പോൾ ഇവരെന്നെ കൊണ്ടാക്കി തരും. എന്തായാലും ഹലോ ഗൈസ്, അപ്പൊ ഇതാരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയണ പരിചിതമായ മുഖങ്ങളാണ്. ഇല്ല എടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഇവരൊക്കെ ആയിരിക്കും എല്ലാവർക്കും അറിയാലോ. നമ്മളുടെ മന്ദാരയിലെ ഗോപിക ചേച്ചി, പിന്നെ ഗോഗ്ലാമിലെ അമൃത ചേച്ചി വന്നിരിക്കുകയാണ്. ഇവരുടെ ഡ്രസ്സും കൂടെ ചേച്ചി എനിക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തു തന്നിട്ടുണ്ട്. അതേപോലെ മമ്മിക്കും ഭാവിക്കും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് തരാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ആ ഡ്രസ്സൊക്കെ നമ്മള് യൂട്യൂബ് ഷോർട്സ് ആയിട്ടും പിന്നെ ഇൻസ്റ്റയിലും ഒക്കെ ഇടും. പെട്ടെന്ന് രാത്രി വന്നതാണ്. അപ്പൊ ഇവരിത് കുറെ 10:30 സമയം സ്പോട്ടിൽ ചെടിച്ചിട്ട് വെച്ചിരിക്കും. ഇവിടെ നമ്മളിൽ ഇവര് വന്നു കഴിഞ്ഞാൽ നല്ല കൊറേ നേരം വർത്താനൊക്കെ. പിള്ളേരെ എനിക്ക് കുറച്ച് പേരിങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് ആൾക്കാരായിട്ട് അവര്. എനിക്ക് ഇവരെ ഞാൻ അങ്ങനെ ഒരു ആൾക്കാർ എന്നെ ഒരു അനിയത്തിയാണ്. എന്നെ ഒരു അനിയത്തി. ഞാൻ പിന്നെ ടീച്ചറിന്റെ റെസ്പെക്ട് അന്നും ഇന്നും കൊടുക്കാറുണ്ട് അല്ലേ? വളരെ നന്നായിരിക്കണം. അന്ന് കണ്ട പോലെ അല്ല, വളർന്നിരിക്കുന്നു. എന്റെ ഒരു അനിയത്തി കുട്ടികളായിട്ടാട്ടോ ഞാൻ കണ്ടേക്കുന്നത്. അതുപോലെ തിരിച്ച് അവർക്ക് നമ്മളോട് ജീവിതത്തിന് 3ാം സ്ഥാനം ഞാൻ തന്നിരിക്കുന്നത്.